ഹായ് സുഹൃത്തുക്കളെ, ഐപ്ലസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ LPSC ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റം സെൻറ്റർ ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് പരീക്ഷയ്ക്കായിട്ട് നിങ്ങൾ ആപ്ലിക്കേഷനൊക്കെ കൊടുത്തോ? നിശ്ചിത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് വലിയ ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. പ്രത്യേകിച്ചും കേരളത്തിലുള്ളവരെ സംബന്ധിച്ച് ISRO LPSC വലിയ വലയിൽ, അതായത് തിരുവനന്തപുരത്ത് വേക്കൻസി ഉള്ള ഒരു പോസ്റ്റ് തന്നെയാണ്. അപ്പോൾ ISRO LPSC ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് മെക്കാനിക്കൽ, അപ്പോൾ ഇപ്പോൾ അപ്ലൈ ചെയ്യാനുള്ള സമയമാണ്. ഡിപ്ലോമ ഉണ്ടാവണം മെക്കാനിക്കലിൽ. ഈ 10-ാം തീയതി വരെ, സെപ്റ്റംബർ 10-ാം തീയതി വരെ ഇതിന് അപേക്ഷ കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ LPSCയുടെ വെബ്സൈറ്റിൽ ചെന്നാൽ ഇതിനുള്ള അപേക്ഷ കൊടുക്കാനുള്ള കാര്യങ്ങളുണ്ട്, ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അഡ്വർടൈസ്മെൻറ്റും ഒക്കെ ഉണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഇത് റിക്രൂട്ട്മെൻറ്റ് എങ്ങനെയാണ്, ഇതിൻ്റെ ഒരു ടെസ്റ്റ് പാറ്റേൺ ഒക്കെ എങ്ങനെയാണ്, അതുപോലെ സിലബസ്, പ്രത്യേകിച്ചും മെക്കാനിക്കൽ സ്ട്രീമിലുള്ളവരെ സംബന്ധിച്ചിട്ട് ഇതിൻ്റെ ഒരു സിലബസ്, പരീക്ഷയ്ക്ക് വരുന്നത് എന്തൊക്കെ കാര്യങ്ങളായിരിക്കും എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നമുക്കറിയാവുന്നതുപോലെ തന്നെ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ നമ്മളത് ചർച്ച ചെയ്തിട്ടുണ്ട്. റിട്ടൺ ടെസ്റ്റും ഉണ്ട്, സ്കിൽ ടെസ്റ്റും ഉണ്ട്. അപ്പോൾ റിട്ടൺ ടെസ്റ്റ് എന്ന് പറയുന്നത് CBT മോഡിലാണ് നടത്തുക. നോർമലി അത് ചിലപ്പോൾ ഒരുപക്ഷെ അതാത് സമയത്തെ പരീക്ഷകളുടെ നോട്ടിഫിക്കേഷൻ്റെ സമയത്ത് അത് മാറ്റിയേക്കാം. അപ്പോൾ നിലവിൽ നമുക്ക് CBT മോഡാണെന്ന് കരുതാം. അപ്പോൾ റിട്ടൺ ടെസ്റ്റ് നടത്താറുണ്ട്. റിട്ടൺ ടെസ്റ്റ് 80 മാർക്കിനാണ് ഈ റിട്ടൺ ടെസ്റ്റ് ഉള്ളത്. 80 മാർക്കിനാണ്. ഇതിൻ്റെ സമയം എന്ന് പറയുന്നത് 90 മിനിറ്റ് ആണ്. അതായത് 1.5 മണിക്കൂറത്തെ പരീക്ഷയാണ്. 80 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് വരിക. ഇതിന് നെഗറ്റീവ് മാർക്കുണ്ട്. 0.33 മാർക്കാണ്. അതായത് 1/3 മാർക്ക് നമുക്ക് നെഗറ്റീവ്, നമ്മുടെ PSC പരീക്ഷകളൊക്കെ പോലെ തന്നെ 0.33 മാർക്ക്, ശരിയായാൽ 1 മാർക്കും തെറ്റായാൽ 0.33 മാർക്ക് നമ്മുടെ അതിൽ നിന്ന് കുറയുകയും ചെയ്യും. ഓക്കെ, ഇപ്പം നെഗറ്റീവ് മാർക്ക് ഉണ്ടെന്ന് ഓർക്കുക. 80 മാർക്കിൻ്റെ പരീക്ഷയാണ്. അപ്പോൾ ഈ റിട്ടൺ ടെസ്റ്റിൻ്റെ നിങ്ങളുടെ മാർക്കാണ് ആക്ച്വലി നിങ്ങളുടെ റാങ്കിലേക്ക്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ജോലിക്കായിട്ട് നിങ്ങളെ പരിഗണിക്കുന്ന ആ ലിസ്റ്റിലേക്ക് പരിഗണിക്കുക. ഈ റിട്ടൺ ടെസ്റ്റിൻ്റെ മാർക്കാണ്. ഇതിന് പുറമെ രണ്ടാമതുള്ളൊരു ടെസ്റ്റാണ് സ്കിൽ ടെസ്റ്റ് എന്ന് പറയുന്നത്. അതായത് 1:5 റേഷ്യോയിലാണ്. അതായത് ടോട്ടൽ വേക്കൻസി നോക്കിയിട്ട് അതിൻ്റെ ഇത്ര ഇരട്ടി ആളുകളെയാണ് സ്കിൽ ടെസ്റ്റിലേക്ക് സെലക്ട് ചെയ്യപ്പെടുക. ഈ റിട്ടൺ ടെസ്റ്റിൽ ഏറ്റവും ടോപ്പിൽ വരുന്ന ഇത്ര ആളുകളെ സ്കിൽ ടെസ്റ്റിലേക്ക് നമ്പർ ഓഫ് വേക്കൻസീസ് നോക്കിയിട്ട് സെലക്ട് ചെയ്യും. അപ്പോൾ സ്കിൽ ടെസ്റ്റ് എന്ന് പറയുന്നത് അതിനൊരു നിശ്ചിത മാർക്കുണ്ട്, 100 മാർക്കിലാണ്. അപ്പോൾ അതിൻ്റെ നമ്മൾ ക്വാളിഫൈ ചെയ്യുക എന്നുള്ളതാണ്. സ്കിൽ ടെസ്റ്റ് മെയിൻലി എക്യുപ്മെൻറ്റ്സ് ഒക്കെ യൂസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ലബോറട്ടറി പരിശീലനം, അതൊക്കെയാണ് ആക്ച്വലി ഈ സ്കിൽ ടെസ്റ്റിൽ വരുന്നത്. അത് അതിനൊരു സെൻറ്റർ ഉണ്ടാവും. അവിടെ കൃത്യമായിട്ട് ഈ CBT ഈ പറഞ്ഞ റിട്ടൺ ടെസ്റ്റ് പാസ്സാവുന്ന ആളുകളെ അത് അറിയിക്കുകയും അവരവിടെ ചെന്നിട്ട് ഈ പറഞ്ഞ സ്കിൽ ടെസ്റ്റിൽ പങ്കെടുക്കുകയും ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് ക്വാളിഫയിങ് നേച്ചറിലുള്ള പരീക്ഷയാണ്. എന്തെന്ന് പറയുന്നത്, ഈ സ്കിൽ ടെസ്റ്റ് എന്ന് പറയുന്നത് ക്വാളിഫയിങ് നേച്ചറിലുള്ള പരീക്ഷയാണ്. കാരണം ഇതിൻ്റെ മാർക്ക് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കാനായിട്ട് പരിഗണിക്കാറില്ല. ജസ്റ്റ് ഇത് പാസ്സായാൽ മാത്രം മതി. ഇത് പാസ്സാവാത്തവരെ എന്ത് ചെയ്യില്ല, പരിഗണിക്കില്ല. പക്ഷേ പാസ്സായാൽ മാത്രം മതി. പാസ്സായി കഴിഞ്ഞാൽ പിന്നെ റിട്ടൺ ടെസ്റ്റിൻ്റെ മാർക്കായിരിക്കും എടുക്കുക. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പഠിക്കേണ്ടത് തീർച്ചയായിട്ടും എന്തിനു വേണ്ടിയിട്ടാണ്, റിട്ടൺ ടെസ്റ്റിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ 10-ാം തീയതി വരെ ഇതിന് അപേക്ഷിക്കാനുള്ള സമയമുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു പരീക്ഷ 2-3 മാസത്തിനുള്ളിൽ ചിലപ്പോൾ വന്നേക്കാം. പെട്ടെന്ന് ഇതിൻ്റെ റിക്രൂട്ട്മെൻറ്റ് ഇപ്പോൾ പ്രൊസീജിയേഴ്സൊക്കെ നടക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സിലബസ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ച് മെക്കാനിക്കൽ വിങ്ങിനെ കുറിച്ചാണ് ഞാനിവിടെ സംസാരിക്കുന്നത്. IPLSന് ഇതുമായി ബന്ധപ്പെട്ട് ഈ പറഞ്ഞ റിട്ടൺ ടെസ്റ്റിനുള്ള LPSC ISROയുടെ റിക്രൂട്ട്മെൻറ്റ് ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് റിക്രൂട്ട്മെൻറ്റിനുള്ള കോഴ്സ് ഉണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട്, അതിൻ്റെ മറ്റ് ഡീറ്റെയിൽസ് നമ്മുടെ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും ഉണ്ട്. കോഴ്സിൻ്റെ ലിങ്ക് അതുപോലെ തന്നെ ഫോൺ നമ്പറുകളൊക്കെ അവിടെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു സിലബസ് നോക്കിക്കഴിഞ്ഞാൽ ഇതിന് ഈക്വൽ വെയിറ്റേജ് അല്ല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. ഓരോ ടോപ്പിക്കിനും പല പല വെയിറ്റേജുകളിലാണ് ഓരോ തവണയും ഈ പരീക്ഷകൾ ചോദിക്കാറുള്ളത്. ഇപ്പോൾ LPSCയിലേക്ക് പരീക്ഷ നടക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ VSSCയിലേക്ക് പരീക്ഷ നടത്താറുണ്ട്. അങ്ങനെ ISROയുടെ വിവിധ വിങ്ങുകളിലേക്ക് ടെക്നിക്കൽ അസിസ്റ്റന്റിന്റെ പരീക്ഷകൾ നടക്കാറുണ്ട്. ഓരോ സ്ഥലത്തേക്കും ചെറിയ ചെറിയ ഡിഫറൻസുകൾ ഈ പരീക്ഷാ പേപ്പറുകളിൽ കാണാറുണ്ട്, ചോദ്യ പേപ്പറുകളിൽ. അതുപോലെ തന്നെ സിലബസിലും ചെറിയ ഡിഫറൻസുകളൊക്കെ കാണാറുണ്ട്. അപ്പോൾ LPSCയുടെ ഒരു രീതി എന്ന് പറഞ്ഞാൽ അതിനകത്ത് ടെക്നിക്കൽ മാത്തമാറ്റിക്സ് ഉണ്ടാവും. ദാറ്റ് മീൻസ് മെട്രിക്സ്, ഡിറ്റർമിനൻസ്, ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ്, ഇത്തരം കാര്യങ്ങളൊക്കെ, ഫംഗ്ഷൻസ്, ലിമിറ്റ്സ്, ഡിഫറൻസിയേഷൻ, ഇന്റഗ്രേഷൻ, ഇത്തരം കാര്യങ്ങളൊക്കെ മാത്തമാറ്റിക്സിൽ നിന്ന് ചോദിക്കും. അപ്പോൾ ഒരു 5 to 10 മാർക്സ് നമുക്ക് ഈ മാത്തമാറ്റിക്സിൽ നിന്ന് സാധാരണ ഒരു ആവറേജിൽ നമ്മൾ കഴിഞ്ഞ കുറേ നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. 5 മുതൽ 10 ചോദ്യങ്ങൾ വരെ അതിൽ ഉണ്ടാകാം. പിന്നീട് അപ്ലൈഡ് മെക്കാനിക്സ് ആൻഡ് സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് ആണ് രണ്ടാമതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഇത് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള, സാധാരണ ഇത്തരം ഈ ടെക്നിക്കൽ അസിസ്റ്റന്റ് പരീക്ഷകളിൽ വെയിറ്റേജ് ഉള്ള ഒരു ടോപ്പിക്ക് തന്നെയാണ് ഈ പറഞ്ഞ മെക്കാനിക്സും സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. മെക്കാനിക്സ് തന്നെയാണ് ഏറ്റവും മെയിൻ ആയിട്ട് വരുന്നത്. അപ്പോൾ അതിൽ ചിലപ്പോൾ 20 ചോദ്യങ്ങൾ വരെയൊക്കെ കണ്ടിട്ടുണ്ട്. 20-ന് പുറത്ത് ചോദ്യങ്ങളൊക്കെ സാധാരണ വരാറുണ്ട്. അപ്പോൾ ഇത് വളരെ വെയിറ്റേജ് കൊടുത്ത് പഠിക്കേണ്ട ഒരു ഭാഗമാണ്. അപ്ലൈഡ് മെക്കാനിക്സ്, സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസും ബേസിക് ആയിട്ടുള്ള മെക്കാനിക്സിന്റെ ഡൈനാമിക്സ്, സർക്കുലർ മോഷൻ, ഫോഴ്സസ്, റൊട്ടേഷന്, സിമ്പിൾ സ്ട്രെസ്
സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ ഉൾപ്പെടെയുള്ള ഡിഫ്ലക്ഷൻ ഓഫ് ബീംസ് വരെയൊക്കെയുള്ള കാര്യങ്ങൾ പഠിച്ചാൽ മതി. ഒരുപാട് ഹയർ ലെവലിലേക്ക് പോകേണ്ട കാര്യമില്ല സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. ബേസിക്കലി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ഡിപ്ലോമ നിലവാരമുള്ള പരീക്ഷയാണ്, ആ ലെവലിലാണ് ചോദ്യങ്ങൾ ഉണ്ടാവുക. ഇനി എഞ്ചിനീയറിംഗ് മെറ്റീരിയൽസ് ആണ് അടുത്ത ഒരു ടോപ്പിക് എന്ന് പറയുന്നത്. എഞ്ചിനീയറിംഗ് മെറ്റീരിയൽസ് നിന്നും 20ഓളം ചോദ്യങ്ങൾ ചിലപ്പോൾ ചോദിച്ച് കണ്ടിട്ടുണ്ട്. 10 മുതൽ 15 ചോദ്യങ്ങളൊക്കെ ചോദിച്ചേക്കാം. അപ്പോൾ അതിൽ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റീരിയൽസും ഒക്കെ നമുക്ക് ഈ ഭാഗത്തു നിന്ന് വരും. മെറ്റീരിയൽ സയൻസ്, അത്തരം പൗഡർ മെറ്റലർജി, അതിന്റെ പ്രോപ്പർട്ടീസ്, ഹീറ്റ് ട്രീറ്റ്മെന്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവിടെ നിന്ന് നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. ദെൻ അടുത്ത ഒരു ടോപ്പിക്കാണ് മാനുഫാക്ചറിങ് പ്രോസസ്സ്. മാനുഫാക്ചറിങ് പ്രോസസ്സിൽ നമ്മൾ പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗിൽ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ സ്മിത്തി, വെൽഡിങ്, ഫോർജിങ്, സോൾഡറിങ്, ബ്രേസിംഗ്, കാർപ്പൻട്രി, ഫൗണ്ടറി, ബെഞ്ച് വർക്ക്, ഫിറ്റിംഗ്, വെൽഡിംഗ്, ദെൻ മെട്രോളജി തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആ ഭാഗത്ത് നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. തെർമൽ എഞ്ചിനീയറിംഗിൽ എന്താണ് തെർമോഡൈനാമിക്സിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മുതൽ പഠിക്കണം. മാനുഫാക്ചറിംഗിൽ നിന്ന് 10 ചോദ്യങ്ങൾ വരെയൊക്കെ ചോദിച്ചേക്കാം. തെർമൽ എഞ്ചിനീയറിംഗിൽ നിന്ന് ഈ പറഞ്ഞ റെഫ്രിജറേഷനൊക്കെ മാറ്റി നിർത്തിയാൽ ഒരു 10 ചോദ്യങ്ങൾ തെർമൽ എഞ്ചിനീയറിംഗിൽ നിന്ന്. ആ റേഞ്ച് ഞാൻ ഒരു ആവറേജ് റേഞ്ചാണ് പറയുന്നത്. ഓരോ തവണ ഇത് വ്യത്യാസപ്പെടും, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറും. അതുകൊണ്ട് തന്നെ ഒരു ടോപ്പിക്കും സ്കിപ്പ് ചെയ്യാൻ പാടില്ല, കൃത്യമായിട്ട് പഠിക്കുക. ഇതിനകത്ത് IC എഞ്ചിൻസ് ഉൾപ്പെടെയാണ് തെർമൽ എഞ്ചിനീയറിംഗിന്റെ കാര്യം പറഞ്ഞിരിക്കുന്നത്. ബോയിലേഴ്സും ഹീറ്റ് ട്രാൻസ്ഫറും ഒക്കെ ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. ഹീറ്റ് ട്രാൻസ്ഫറിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണെന്ന് മനസ്സിലാക്കുക. ദെൻ ഫ്ലൂയിഡ് മെക്കാനിക്സ് ആൻഡ് ഹൈഡ്രോളിക് മെഷീനറീസ്, ഇത് അത്യാവശ്യം വാസ്റ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. 15 മാർക്ക്, 15 മുതൽ 20 ചോദ്യങ്ങൾ വരെ നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് എക്സ്പെക്ട് ചെയ്യാം. പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സിൽ തുടങ്ങി ടർബൈൻസും പമ്പ്സും വരെയുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ വലിയ പ്രോബ്ലമാറ്റിക് ആയിട്ടൊന്നും ചോദിക്കാറില്ല, പക്ഷേ ബേസിക് ആയിട്ടുള്ള പ്രോബ്ലംസ് ഇതിൽ ചോദിച്ച് കണ്ടിട്ടുണ്ട്. ദെൻ റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് ആണ് അടുത്തൊരു ടോപ്പിക് എന്ന് പറയുന്നത്. RIC, വേപ്പർ കംപ്രഷൻ, റെഫ്രിജറേഷൻ സൈക്കിളിന്റെ ബേസിക്സ് തൊട്ട് നമ്മൾ പഠിച്ചു തുടങ്ങണം. സൈക്രോമെട്രിയും ഇതിനകത്ത് എടുത്ത് പറയുന്നുണ്ട്. സൈക്രോമെട്രിയുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, എയർ കണ്ടീഷനിങ്, സൈക്രോമെട്രിക് പ്രോസസ്സസ്, അതൊക്കെ നമ്മൾ ഈ ഒരു റെഫ്രിജറേഷൻ എയർ കണ്ടീഷനിങ്ങുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. ദെൻ അടുത്തൊരു ടോപ്പിക്കാണ് പവർ പ്ലാന്റ് എഞ്ചിനീയറിംഗ്. അതിനകത്ത് സ്റ്റീം, പ്രോപ്പർട്ടീസ് ഓഫ് സ്റ്റീം ആണ് പ്രധാനമായിട്ടും വരിക. സ്റ്റീം എഞ്ചിനീയറിംഗ് ആണ് വരിക. അവിടെ തെർമോഡൈനാമിക്, വേപ്പർ സൈക്കിള്, ദെൻ സ്റ്റീം എഞ്ചിന്, സ്റ്റീം ടർബൈൻസ്, സ്റ്റീം കണ്ടൻസേഴ്സ്, ഗ്യാസ് ടർബൈൻ, അത്തരം കാര്യങ്ങൾ, ന്യൂക്ലിയർ പവർ എഞ്ചിനീയറിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയണം. ദെൻ കമ്പ്യൂട്ടർ ഇൻറ്റഗ്രേറ്റഡ് മാനുഫാക്ചറിംഗ്, കുറച്ച് മോഡേൺ ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്കുകൾ, മോഡേൺ ടെക്നോളജിയുടെ ടോപ്പിക്കുകൾ ഇതിനകത്ത് വരാറുണ്ട്. CNC മെഷീൻസ് ഈ 2 മൊഡ്യൂളുകളിൽ നിന്ന് വരാറുണ്ട്. അഡ്വാൻസ്ഡ് പ്രൊഡക്ഷൻ പ്രോസസ്സിലും കമ്പ്യൂട്ടർ ഇൻറ്റഗ്രേറ്റഡ് മാനുഫാക്ചറിംഗിലും അത്തരം ചോദ്യങ്ങൾ വരാറുണ്ട്. അതിനോട് ചേർത്ത് ഈ ഒരു അഡ്വാൻസ്ഡ് പ്രൊഡക്ഷൻ പ്രോസസ്സിൽ ഈ പറഞ്ഞ ജിഗ്സ് ആൻഡ് ഫിക്ചേഴ്സ്, ബോറിംഗ്, ഗ്രൈൻഡിങ്, സർഫസ് ഫിനിഷിംഗ് മെത്തേഡ്സ്, ഇതൊക്കെ പഠിക്കാനുണ്ട്. ഇതിൽ നിന്ന് അധികം ചോദ്യങ്ങളൊന്നും സാധാരണ ചോദിച്ച് കണ്ടിട്ടില്ല, പക്ഷേ സ്റ്റിൽ ഈ ഒരു ടോപ്പിക്ക് നോക്കി പോകേണ്ടതുണ്ട്. എങ്കിലും കോറായിട്ടുള്ള ടോപ്പിക്കുകൾക്കാണ് കൂടുതൽ പ്രാധാന്യം. ഇപ്പോൾ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് ആണെങ്കിലും, മെക്കാനിക്സ് ആണെങ്കിലും, തെർമൽ എഞ്ചിനീയറിംഗ് ആണെങ്കിലും ഒക്കെ, ഫ്ലൂയിഡ് മെക്കാനിക്സും ഒക്കെ കൃത്യമായിട്ട്, പ്രൊഡക്ഷനൊക്കെ കൃത്യമായിട്ട് പഠിച്ച് അതിൽ നിന്ന് മാക്സിമം ചോദ്യങ്ങളും നമ്മൾ ചെയ്ത് പരിശീലിക്കാനായിട്ട് ശ്രദ്ധിക്കുക. മുൻകാലങ്ങളിലുള്ള ചോദ്യ പേപ്പറുകൾ ഈ പറഞ്ഞ LPSCയുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്, നമ്മുടെ കോഴ്സിൽ ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് അത് പരിശീലിക്കാവുന്നതാണ്. ക്വിസായിട്ടൊക്കെ നിങ്ങൾക്ക് പരിശീലിക്കാവുന്നതാണ്. അപ്പോൾ നന്നായിട്ട് പഠിച്ചു തുടങ്ങുക. സിലബസ് ഒക്കെ മനസ്സിലാക്കി മെക്കാനിക്കലിലെ കോറായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് പഠിക്കേണ്ടത്. നിങ്ങളുടെ PSC ഉൾപ്പെടെയുള്ള പ്രിപ്പറേഷനോട് ചേർത്ത് വെച്ച് നമുക്ക് ഈ ഒരു പ്രിപ്പറേഷൻ നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ്. പക്ഷേ ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് വേറെയാണ്. അതുകൊണ്ട് ക്വസ്റ്റ്യൻസ് ഒന്ന് പരിചിതമാകേണ്ടതായിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സീരീസ്, ഈ ടെക്നിക്കൽ അസിസ്റ്റന്റുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സീരീസ് iPlusന്റെ ഈ ചാനലിൽ തന്നെ നിങ്ങൾക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കോഴ്സിൽ ചേരാനായിട്ടൊക്കെ നമുക്ക് ഈ പറഞ്ഞ ഈ ഡിസ്ക്രിപ്ഷനിൽ, വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്കുകളും മറ്റു കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് പഠിക്കുക, നല്ല ജോലി ലഭിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.